പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ടവരെ, ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ. ബഹുമാന്യരെ, നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്ന IMA ഹാളിലേക്ക് എത്താനുള്ള വഴി പെട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ തത്സമയം ലഭിക്കുന്നതാണ്. മാത്രമല്ല, എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്തിനിടയിലാണ് നമ്മുടെ കൂട്ടായ്മകൾ കോട്ടയത്തെ IMA ഹാളിൽ വെച്ച് നടക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലോ കളക്ട്രേറ്റിൻ്റെ വാതിക്കലോ അല്ലെങ്കിൽ നാഗമ്പടത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഇങ്ങനെ കോട്ടയത്തെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകളിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തിയ ശേഷം ബെസേലിയസ് കോളേജിൻ്റെയും DC ബുക്സിൻ്റെയും, അതായത് ഗുഡ് ഷെപ്പേർഡ് റോഡിലുള്ള DC ബുക്സിൻ്റെയും ബെസേലിയസ് കോളേജിൻ്റെയും ഇടയിലാണ് IMA ഹാൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് അവിടേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓട്ടോക്കാരോട് ഈ കാര്യം പറയുക: ഗുഡ് ഷെപ്പേർഡ് റോഡിലുള്ള DC ബുക്സിൻ്റെയും ബെസേലിയസ് കോളേജിൻ്റെയും ഇടയിലായിട്ടുള്ള IMA ഹാളിൽ ഞങ്ങൾ എത്തിക്കാൻ പറയുക. നിങ്ങൾക്ക് അവിടെ വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഒരു തവണ നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വഴി കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയുന്ന വിധം റോഡരികിൽ തന്നെയാണ് പ്രസ്തുത സ്ഥാപനം നിലനിൽക്കുന്നത്. ആദ്യമായി വരുമ്പോൾ നിങ്ങളൊരു ഓട്ടോ പിടിച്ച് വരുന്നത് ഉചിതമായിരിക്കും. അല്ല, സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ഞങ്ങൾ ഈ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ശുശ്രൂഷകളിൽ വന്ന് പങ്കുചേരാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2025 ഡിസംബർ, 2026 ജനുവരി മാസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത് ഈ പ്രസ്തുത സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ്. നമ്മുടെ ഓരോ പ്രോഗ്രാമുകളിലും നമ്മളുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുവാനുള്ളതായ അറിയിപ്പുകൾ ഇതിനോടൊപ്പം ഞങ്ങൾ ചേർക്കുന്നതായിരിക്കും. കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പുലരിയിലെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാതോർക്കുന്ന എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇന്നത്തെ ദൈവിക ശുശ്രൂഷയിലേക്ക്, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ ആത്മാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ പരിശുദ്ധമായ വചനത്തിൽ നിന്നാണ് ഇന്നത്തെ ദൈവിക ദൂത് നമ്മുടെ നടുവിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് തരുന്നത്. കാലഘട്ടത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ഏറ്റുവാങ്ങിയവനായി യോർദാന്റെ അരികിൽ നിന്ന് എലീശായെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്നതിൻ്റെ ബാക്കി ഭാഗമായി നമ്മൾ അതിൻ്റെ പുതിയ നിയോഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഏലിയാവെന്ന പ്രവാചകനായ വലിയ വ്യക്തി തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ നിയോഗങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് ദൈവികമായത് നിവർത്തീകരിക്കുവാനും പൂർത്തിയാക്കുവാനുള്ള സമയമായി എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് ദൈവം തന്നെ ഉയരത്തിലേക്ക് ഉടലോടുകൂടെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതായ തിരിച്ചറിവ് പ്രാപിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ആ സമയം തൻ്റെ ഗുരുനാഥൻ തൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവകരങ്ങളാൽ എടുത്തു മാറ്റപ്പെടുമ്പോൾ ശിഷ്ടകാലം താൻ എന്തായി തീരുമെന്നുള്ളൊരു ചോദ്യം എലീശായെ വലിയ തോതിൽ ബാധിച്ചു. അയാൾ തീരുമാനിച്ചു, ഞാനൊരു സാധാരണക്കാരനായി ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആത്മീക പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അത് ഇരട്ടി ശക്തിയോടുകൂടെ ഭൂമിയിൽ ഏറ്റെടുക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. ആ തീരുമാനത്തെ തുടർന്ന് തൻ്റെ ഗുരുനാഥനോട് താൻ ആ ആഗ്രഹം ഉന്നയിച്ച് പിന്നാലെ പോകുന്നു. എന്നാൽ പോകുന്ന വഴികളിലൊക്കെയും പലയിടങ്ങളിലെത്തുമ്പോഴും ഗുരുവായ എലിയ പ്രവാചകൻ തൻ്റെ ശിഷ്യനായ എലീശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക എന്നിങ്ങനെ പറഞ്ഞ് അയാളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതായിട്ടും ഈ വേദപുസ്തക ഭാഗം നമ്മോട് പറയുന്നുണ്ട്. ആദ്യമേ അവരെത്തുന്നത് ഗിൽഗാൽ എന്ന സ്ഥലത്താണ്. ഗിൽഗാലിലെത്തുമ്പോൾ നീ ഇവിടെ താമസിച്ചു കൊള്ളുക കുഞ്ഞെ, അല്ലെങ്കിൽ നീ ഇവിടെ നിന്നോളൂ എന്ന് പറയുന്നുണ്ട്. എലീശ അവിടെ നിൽക്കുന്നില്ല. പിന്നീട് ഏലിയാവ് പറയുന്നത് എനിക്ക് ബഥേലിലേക്ക് പോകണം. അയാൾ ബഥേലിലേക്ക് പോകുന്നു. ബഥേലിലെത്തുമ്പോഴും അവിടെയുള്ള പ്രോഫറ്റിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ട് നിന്നുകൊള്ളാൻ എലീശയോട് പ്രവാചകനായ ഏലിയാവ് പറയുന്നു. അവിടെയും ഞാൻ നിൽക്കുന്നില്ല എന്ന് എലീശ ഉറപ്പിക്കുകയാണ്. മൂന്നാമതായി യെരിഹോവിലേക്കാണ് പോകുന്നത്. യെരിഹോവിൻ്റെ അരികിലെത്തുമ്പോഴും ഈ പ്രവാചകനായ ഏലിയാവ് പറയുന്നുണ്ട്, കുട്ടി ഇവിടെ നിൽക്കുക. പക്ഷേ ആ ബാലകൻ അല്ലെങ്കിൽ ആ യൗവനക്കാരൻ അവിടെ നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ യോർദാനിലേക്ക് കടന്നു പോകുന്നു. യോർദാനിലേക്ക് കടന്നു പോകുമ്പോൾ ആ യോർദാൻ നദി അടിച്ചു പിളർന്ന് 2 ഭാഗമായിട്ട് പിളർന്നു മാറുന്നൊരു വലിയ കാഴ്ച എലീശ കാണുകയാണ്. തൻ്റെ ഗുരുനാഥൻ
ഒരു നദി കുറുകെ കടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ തൻ്റെ തോളിൽ കിടന്ന പുതപ്പെടുത്ത് മടക്കി തൻ്റെ മുമ്പിൽ തനിക്ക് മറികടക്കേണ്ട നദിയെ അടിച്ചു. ആ നദിയിലേക്ക് പ്രവാചകനായിരിക്കുന്ന ഏലിയാവിൻ്റെ വസ്ത്രം ചെന്ന് തൊട്ട സമയം തന്നെ നദിയുടെ കവിഞ്ഞൊഴുകൾ നിന്നിട്ട് ആ നദി ചിറ പോലെ നിന്നു. ഒരു ഉണങ്ങിയ നിലം കടന്നു പോകത്തക്ക വിധം അതിന് നടുവിലുണ്ടായി. നോക്കണം, ഇതൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ നേരിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്. തൻ്റെ ഗുരു മുന്നേ പോയി ആ ഗുരുവിൻ്റെ പുറകെ ഈ ചെറുപ്പക്കാരൻ പോവുകയാണ്. ഈ നദിയുടെ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ നദി പിന്നെയും പഴയ പോലെ ഒഴുകി. മറുകര എത്തുന്ന സമയത്ത് ഈ ഗുരുവിനെയും ശിഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യത്തക്ക വിധം ആകാശത്തു നിന്നും ഒരു തീയുടെ രഥം താഴേക്ക് ഇറങ്ങി വന്നു. ആ രഥം വലിക്കുന്നത് മാംസള ശരീരങ്ങളുള്ള കുതിരകളല്ല, അഗ്നി അശ്വമെന്നാണ് വേദപുസ്തകം പറയുന്നത്. തീ രൂപത്തിലുള്ള കുതിര ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി വന്നു. അത് പാഞ്ഞു വന്ന് മണ്ണിലൂടെ ഇങ്ങനെ അത് ഓടുന്ന നേരം അതിഭീകരമായ വിധമുള്ള കാഴ്ച കണ്ട് എലീശായി ഇങ്ങനെ മാറുകയാണ്. അങ്ങനെ തൻ്റെ ഗുരുവും താനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആ സമയം ഒരു ചുഴലിക്കാറ്റ് ഫോം ചെയ്യപ്പെടുകയും ആ ചുഴലിക്കാറ്റിൽ ഉടലോടെ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ആ നേരം തൻ്റെ ഗുരുവിൻ്റെ ഓർമ്മ എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്ന അല്ലെങ്കിൽ ദൈവം എടുത്തുയർത്തിക്കൊണ്ടു പോകുന്ന പ്രവാചകനായ ഏലിയാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വസ്ത്രം മാത്രം താഴെ വീണ് കിടന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, അല്പനേരം മുൻപ് യോർദാൻ എന്ന വലിയ നദിയെ മറികടക്കേണ്ട നേരം വന്നപ്പോൾ ഏലിയാവ് അടിക്കുവാൻ അല്ലെങ്കിൽ നദിയെ സ്പർശിക്കുവാൻ ഏലിയാവ് ഉപയോഗിച്ചത് തൻ്റെ ശരീരത്തിൽ കിടന്ന പുതപ്പായിരുന്നു, മേൽവസ്ത്രമായിരുന്നു. ആ വസ്ത്രം ഇപ്പോൾ താഴെ വീണ് കിടപ്പുണ്ട്. ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമേ, എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു എന്ന് ഈ പുതപ്പെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എലീശ ചെന്ന് നിൽക്കുകയാണ് യോർദാൻ്റെ മുമ്പിൽ. ഗിൽഗാലിൽ നിൽക്കാതെ, ബഥേലിലും നിൽക്കാതെ, ജെരീഹോവിലും നിൽക്കാതെ യോർദാൻ്റെ അരികിൽ വന്നിപ്പോൾ ആ പുതപ്പുമായി നിൽക്കുന്നു. കഴിഞ്ഞ 3 ഡെസ്റ്റിനേഷനിലും എന്തുകൊണ്ട് ഇദ്ദേഹം നിന്നില്ല എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ എലീശ നിൽക്കുവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം അവിടേക്കിപ്പോൾ എലീശ വന്നിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് ഗുരുനാഥൻ എടുക്കപ്പെട്ടു. ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ ഒപ്പം നടന്നതിൻ്റെ ഓർമ്മകൾ മാത്രം. തൻ്റെ മുമ്പിൽ കവിഞ്ഞൊഴുകുന്ന ആ പഴയ നദി, കയ്യിലുള്ളത് ഗുരുവിൻ്റെ ഓർമ്മയുള്ള പുതപ്പ്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആ ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലുള്ളതായ പുതപ്പെടുത്ത് ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള നദിയെ അടിച്ചു. ഗുരുവായ ഏലിയാവ് ചെയ്തതുപോലെ തന്നെ ശിഷ്യനും ചെയ്തു. പക്ഷേ ഒരു ചോദ്യം മാത്രം അവിടെ എക്സ്ട്രാ താൻ ആഡ് ചെയ്തു: ഏലിയാവിൻ്റെ ദൈവം എവിടെ? ഗുരുവിനെ അല്ല ഇവിടെ അന്വേഷിക്കുന്നത്. തൻ്റെ ഗുരുവിൻ്റെ ജീവിതത്തിലുടനീളം വെളിപ്പെട്ടു നിന്നൊരു ദൈവത്തെയാണ് താൻ ഇവിടെ അന്വേഷിക്കുന്നത്. ഏലിയാവിനെ അല്ല എലീശ അന്വേഷിച്ചത്. ഏലിയാവിനെ ഏലിയാവാക്കിയ ദൈവത്തെയാണ് അന്വേഷിച്ചത്. ഏലിയാവിൻ്റെ ദൈവത്തെയാണ് എലീശ അന്വേഷിച്ചത്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം ഇന്ന് രാവിലെ നീ നിൽക്കുന്നത്. നീ ഏതോ ദൈവദാസനെ അല്ല അന്വേഷിക്കേണ്ടത്, ഏതോ പ്രാർത്ഥനക്കാരനെ അല്ല അന്വേഷിക്കേണ്ടത്, ഏതോ സിദ്ധനെയോ ഏതോ വലിയ അത്ഭുത ശക്തികളൊക്കെയുള്ള ആൾക്കാരെയോ ഒന്നും അല്ല നമ്മൾ ഈ നിമിഷങ്ങളിൽ അന്വേഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാന്വേഷണം ഏറ്റവും പ്രോപ്പറായി വെളിപ്പെടേണ്ടത് ശക്തന്മാരെ ശക്തന്മാരാക്കിയ ആ വലിയ ദൈവം എവിടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ അന്വേഷണം. യേശു എന്തിയെ, എൻ്റെ കർത്താവ് എവിടെ എന്നുള്ള ചോദ്യമാണ് നമുക്ക് പ്രതിസന്ധികളുടെ നേരെ ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ മുൻപിലുള്ളതായ കെടുതികളെ നോക്കിക്കൊണ്ട് അതിൻ്റെ വലിപ്പം കണ്ട് വിറങ്ങലിച്ച് നിൽക്കാനല്ല കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ സാന്നിധ്യം അന്വേഷിക്കുക. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ സഹായം നീ തിരയുക. ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ പ്രവൃത്തിയെ നീ കണ്ടെത്താൻ വിഴി തുറക്കുക. എലീശ തൻ്റെ മുമ്പിലുള്ള നദിയെ ചോദ്യം ചെയ്തു. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് ചോദ്യങ്ങളില്ലാതെ ആഞ്ഞടിച്ച ആ നദിക്ക് നേരെ എലീശ ഒരു ചോദ്യമാണ് തൊടുത്തുവിട്ടത്. സത്യത്തിൽ ഏലിയാവിൻ്റെ പുതപ്പിനേക്കാൾ എലീശ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും നോക്കുന്നതും ഏലിയാവിൻ്റെ ദൈവത്തെയാണ്. ആ വാക്കെല്ലാവരും മനസ്സിലാക്കിക്കോണം. ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്നും വീണ് കിട്ടിയ പുതപ്പിനേക്കാൾ എലീശ അന്വേഷിക്കുന്നത് മറ്റൊന്നാണ്: ഏലിയാവിൻ്റെ ദൈവത്തെ. അതായത് പുതപ്പല്ല തനിക്ക് വലുത്, പുതപ്പിനേക്കാൾ മികച്ചത്
ആ പുതപ്പുടുത്തിരുന്ന മനുഷ്യനെ വഴി നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് എനിക്ക് വെളിപ്പെടേണ്ടത്. ഏലിയാവിൻ്റെ പുതപ്പല്ല വെളിപ്പെട്ട് കിട്ടേണ്ടത്, ഏലിയാവിൻ്റെ ദൈവമാണ് വെളിപ്പെട്ട് കിട്ടേണ്ടത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മളെ നടത്തിയവരുടെ ഓർമ്മകളെ ആഘോഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവരെ വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപ ഈ യുഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ കർത്താവിൽ ആശ്രയിപ്പാൻ. ഇന്നലെ അവരുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു, ഇവരുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ല. നോ, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ നമ്മുടെ നിലപാടുകളെ മുന്നോട്ടേക്ക് ഉറപ്പിക്കുന്നവരാകണം. നിന്റെ സാമ്പത്തിക പ്രതിസന്ധിയോ ജീവിതത്തിൻ്റെ വല്ലാത്ത വിഷമതയോ കുഞ്ഞെ, അതിൻ്റെ മുമ്പിൽ നീ സഹായിച്ച മറ്റുള്ളവരെ ഓർത്ത് വേദനിച്ച് നിൽക്കാതെ നിന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവകൃപ നിന്റെ മേലുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നിന്റെ തൊട്ടു മുമ്പിലുള്ള സാഹചര്യത്തിൽ ആ ദൈവകൃപയെ കാണാനുള്ള ഒരു മിഴി തുറക്കലായിട്ട് ഈ വേളയെ നീ മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. എൻ്റെ സഹായം അസ്തമിച്ചു പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് നിനക്ക് വേണ്ടി തരാൻ സന്നദ്ധമായി നിൽക്കുന്ന ഈ വേളയിൽ നീ എന്നിൽ നിന്റെ പ്രതീക്ഷ വെക്കുക എന്ന് യേശു നിന്നോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ ദൈവകൃപയുടെ ജീവനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാം തൊട്ട് മുമ്പിലുള്ള സാഹചര്യത്തെ. എലീശ നദിയെ ചോദ്യം ചെയ്തു. എങ്ങനാ ചോദിച്ചത്? ഏലിയാവിൻ്റെ പുതപ്പെടുത്ത നദിയിലിട്ടിട്ട് ഏലിയാവിൻ്റെ ദൈവം എന്ത് ചെയ്യുന്നുള്ള അന്വേഷണമാണ് താൻ നടത്തിയത്. തൊട്ടു മുമ്പിലെ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ തല താഴ്ത്തി നിൽക്കുമാറ് വേദന നിറഞ്ഞൊരു അപമാനം നിന്നെ വേട്ടയാടാൻ കയറി വരുന്നുണ്ടായിരിക്കും. ആ ഫോൺ കോളുകൾ നിനക്കിന്ന് മാനസികാസ്വസ്ഥതയുടെ സമയമായിരിക്കും. ഒരു ചലനവുമില്ലാതെ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് വേദനയോട് ഇപ്പോൾ നെടുവീർപ്പെട്ടിരുന്നായിരിക്കും എൻ്റെ വാക്ക് നീ കേൾക്കുന്നത്. ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ വെറുതെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയ വേളയിലാകാം എൻ്റെ വാക്കുകൾ നിന്റെ ചെവിയിലെത്തുന്നത്. ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖമോർത്ത് മാത്രം മരിക്കുവാൻ ധൈര്യമില്ലാതെ പോകുന്ന ഒരു മനുഷ്യനായിട്ട് ഇപ്പോൾ എൻ്റെ വാക്കിനെ നീ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായി ഞാൻ നിന്നോടൊരു ദൂത് പറയുന്നു. ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. നിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്റെ നാശത്തിന് കയറി വരുന്ന പ്രശ്നത്തെക്കാൾ ഉപരി നിന്നെ സഹായിക്കാൻ വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ പദ്ധതിയുടെ വാതിലുണ്ട്. നീ അതിനെ തുറക്കണം. ആ വാതിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം പ്രതിസന്ധികളോട്. മുടിയുവാനായി തുടങ്ങുന്ന ഒരു നേരത്തിൻ്റെ നടുവിൽ നന്മയ്ക്കായി കരം പിടിച്ചുയർത്തുന്ന കർത്താവ് കയറി വരുന്ന സമയമാണിതെന്ന് തിരിച്ചറിവോടുകൂടെ എൻ്റെ ദൈവമേ എന്നുള്ളതായ അന്വേഷണം ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. യേശു തൊട്ടരികിലുണ്ട്, യേശു കൺമുൻപിലുണ്ട്. അവിടുന്ന് വെളിപ്പെടാൻ പോവുകയാണ്. എവിടെ കർത്താവ്, എവിടെ? ഈ ചോദ്യമാണ് ഇന്ന് പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഉന്നയിക്കുന്നത്. അയ്യോ പിന്നെയും ഈ നദിയോ? ആ ചോദ്യമല്ല. ഏലിയാവിൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ ദൈവമാണ്. ഈ സമയം എൻ്റെ ദൈവം എന്തിയേ? ആ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഫൈനലി ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താമെന്ന് ഞാൻ കരുതുന്നു. കരത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പുതപ്പുമായി ദൈവം എന്തിയേ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന നദിയെ ചോദ്യം ചെയ്യുന്ന ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ, നമ്മൾക്ക് പറയുമായിരിക്കും അവൻ്റെ ഭാഗ്യം എത്ര വലുതാണ്. ഏലിയാവിനെ പോലൊരു വലിയ ദൈവദാസന്റെ അവശേഷിപ്പ് തനിക്ക് കിട്ടിയില്ലേ? ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞു, ആ അവശേഷിപ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. പുതപ്പല്ല അയാൾ അന്വേഷിച്ചത്, ദൈവത്തെയാണ്. ഏലിയാവിൻ്റെ പുതപ്പല്ല ഏലീശ അന്വേഷിച്ചത്. അവശേഷിച്ച് കിട്ടിയത് പുതപ്പായത് കൊണ്ടത് താൻ എടുത്തു, സത്യം തന്നെ. പക്ഷെ അതിലുപരി ഏലീശ അന്വേഷിച്ചത് ഏലിയാവിൻ്റെ ദൈവത്തെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യം വളരെ ഹൃദ്യമായി കേൾക്കുക. ഏലീശയുടെ കയ്യിൽ എന്തോ മാന്ത്രിക വിലപിടിപ്പുള്ള സാധനമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആരും കരുതണ്ട. ദൈവത്തിൻ്റെ വചനം അതിനെ അടിവരയിടുന്നില്ല. ഒരു മാന്ത്രിക വിലപിടിപ്പുള്ള സാധനവും ഏലീശയുടെ കയ്യിലേക്ക് ദൈവം കൊടുത്തില്ല. ഏലിയാവും കൊടുത്തില്ല. തൻ്റെ കയ്യിലിരിക്കുന്ന വടി, ആ വടി കൊണ്ട് മോശ ഉപയോഗിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വാക്ക് കേട്ടത് നീട്ടുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. അതായത് മോശയുടെ വടിയെ വടിയാക്കിയത്, അല്ലെങ്കിൽ അതിനെ അത്ഭുതമാക്കിയത് മരക്കഷ്ണമല്ല, ദൈവത്തിൻ്റെ ശക്തിയും വാക്കുവിടപെടലുമായിരുന്നു. മോശയുടെ കാലശേഷം മോശയുടെ വടി വേറെ ആരെങ്കിലും എടുത്ത് കണ്ട നദിക്ക് നേരെ നീട്ടിയാലൊന്നും അത് പിളരുകയല്ല. കാരണം ശക്തി വടിയിലല്ല, ദൈവവുമായുള്ള വിശ്വസ്ത ബന്ധമാണ് ശക്തി. ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ഇടപെടലാണ് പവർ. ഏലിയാവിനും അതറിയാം, പുതപ്പിലൊന്നും അല്ല ശക്തി. ഏലീശയും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഭൗതികമായ അവശേഷിപ്പുകളെ ആരാധിക്കുന്ന ആ ഒരു ദുഷിച്ച പ്രവണതയിൽ നിന്നും പുറത്തു കടക്കേണ്ടതായിട്ടുണ്ട്.
ദൈവം ഏതോ ഒരു എലമെന്റിനകത്ത് മാത്രം കുടിയിരിക്കുന്നവനല്ല. അതിനതീതമായി വ്യാപരിക്കുന്ന ദൈവവുമായുള്ള ഹൃദ്യമായ ബന്ധമാണ് നിങ്ങളുടെ പവർ എന്നുള്ളതായ കാര്യം നിങ്ങൾ അറിഞ്ഞാട്ട് ദൈവമക്കളെ. ഏലിയാവിന്റെ പുതപ്പല്ല പ്രധാനപ്പെട്ട കാര്യം, ഏലിയാവിന്റെ ദൈവമാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എലീശ പുതപ്പ് കയ്യിൽ കിട്ടിയപ്പോഴും പുതപ്പുമായിട്ട് ഓടാതെ ദൈവത്തെ അന്വേഷിച്ചു. ഏലിയാവിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യമാണ് താൻ ഉന്നയിച്ചത്. പുതപ്പ് കിട്ടി കാര്യം തുടങ്ങാമെന്നുള്ളതല്ല. എന്തിനാണ് അവൻ വെയിറ്റ് ചെയ്തത്? ആ പുതപ്പ് കൊണ്ട് താൻ തൃപ്തിപ്പെടുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ മേഖലയിലെ തൻ്റെ മുന്നോട്ടുള്ള നിയോഗങ്ങളുടെ സംതൃപ്തി തനിക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് മറ്റൊന്ന് കിട്ടണം. അത് ഏലിയാവ് എന്ന തൻ്റെ ഗുരുനാഥനാക്കി തീർത്ത, മഹാനാക്കി തീർത്ത വലിയ ദൈവമാണ്. ആ ദൈവത്തെ എലീശ അന്വേഷിച്ചു. നോക്കൂ, എലീശയുടെ കയ്യിൽ ഒരു മാന്ത്രിക സാധനവും കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് എലീശ ഇപ്പോൾ ഒരു മന്ത്രവാദിയല്ല, എലീശ ഒരു സിദ്ധനല്ല, എലീശ ഒരു വലിയ ദൈവദാസനുമല്ല. ഇപ്പോൾ എലീശ എന്ന് പറയുന്ന ആൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു അത്ഭുതം പോലും ഇതിനോട് മുമ്പ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെ ആയിരിക്കാം. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഇപ്പോൾ ഇതുവരെ ഒരു സാധാരണക്കാരനോ, നിന്റെ ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ സാധാരണക്കാരനോ, ആശങ്കകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിന് മുമ്പിൽ നിങ്ങൾ നിസ്സഹായനോ ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഉത്തരം അതിനകത്തൊരു ട്വിസ്റ്റ്. മറ്റൊന്നുമല്ല, നിങ്ങൾ നോക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിന് മുമ്പിൽ നിങ്ങൾ മികച്ചവരെന്ന് കണ്ട പലരുടെയും ജീവിതത്തെ മികച്ചതാക്കി തീർത്ത ഒരു ദൈവത്തിന്റെ കൃപ നിന്റെ കൺമുമ്പിൽ നിന്റെ സഹായത്തിനായിട്ട് ഇറങ്ങി വരും എന്നുള്ളതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള ദൂത്. എലീശായെ പുതിയ കാലത്തിന്റെ നവോത്ഥാന നായകനാക്കി തീർക്കാൻ ദൈവം ആ നദിയെ പിളർന്നുകൊണ്ട് തൻ്റെ സിഗ്നേച്ചർ അവിടെ ഇട്ടുകൊടുത്തു. പ്രതിസന്ധികളെ വകഞ്ഞു കീറിക്കൊണ്ട് കവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങളെ ചിറ പോലെ പിടിച്ചു നിർത്തുമാറാക്കുന്ന നിലയിൽ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങും. കണ്ണിന്റെ മുമ്പിൽ മാറ്റമില്ലാതെ കിടക്കുന്ന വിഷയം ഇന്ന് പിളരപ്പെടുന്ന കാണണോ? ചോദ്യം ചെയ്യാൻ തയ്യാറാകുക. പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ കൈത്താങ്ങുന്ന ദൈവത്തിന്റെ കൃപ, എന്നെ പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ ശക്തി, ഞാൻ കണ്ട മഹാന്മാരുടെ കൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ കൈ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അത് വെളിപ്പെടുവാനുള്ള ഊഴമായോ ഇല്ലയോ എന്നുള്ള അന്വേഷണം മാത്രം മതി. ഇന്നത്തെ വിടുതൽ അതോടെ പൂർണ്ണമാകും. മനസ്സിലായവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ മെസ്സേജ് ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിമ്പിളായിട്ടല്ലേ പറയുന്നത്. വലിയ വലിയ ദൈവകൃപയുള്ള മനുഷ്യരെ, അവരെ കരം പിടിച്ച് നടത്തിയ ദൈവം നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമെന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. അതിന് നിങ്ങളൊരു മാന്ത്രികനോ സ്വാത്വികനോ ആചാര്യനോ സിദ്ധനോ ഒന്നുമാകണ്ട. സാധാരണക്കാരനായി നിന്നുകൊണ്ട് ജീവിതത്തിന്റെ പരിതസ്ഥിതികളുടെ നടുവിൽ ദൈവം വെളിപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അതിനുവേണ്ടി കാത്തു നിൽക്കാനും ഒരു ചൂട് വെക്കാനുമുള്ള മനസ്സ് മാത്രം മതി. വമ്പന്മാര് തല താഴ്ത്തുന്ന ദൈവപ്രവൃത്തി നിന്നിലൂടെ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം കുറെ മിടുക്കന്മാരുടെയും മഹാരഥന്മാരുടെയും ദൈവമല്ല എന്ന് ദൈവം എല്ലാ കാലത്തും തെളിയിക്കും. മഹാരഥന്മാർ അവർ മൺമറഞ്ഞു പോകും. മിടുക്കന്മാർ അവരവരുടെ പദവികളും പദ്ധതികളും പൂർത്തിയാക്കിയിട്ട് ഒഴിഞ്ഞു മാറും. അപ്പോഴും നിസ്സഹായരായി ഞാൻ പോകുന്നേ എന്ന് നിലവിളിക്കുന്ന സാധാരണക്കാരൻ്റെ കണ്ണുനീരിൻ്റെ അപ്പുറത്ത് കൊടുങ്കാറ്റുകളുടെ ശക്തിയേക്കാൾ അതീതമായി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന കാഴ്ച ദൈവം വെളിപ്പെടുത്തും. ഇത്തരത്തിലൊരു മഹാദൈവകൃപയുടെ പകർച്ച ഇന്ന് രാവിലെ ഈ ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളുടെ മേൽ നടക്കുകയാണ്. ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് ഇങ്ങോട്ടും അങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. ദൈവം ഒരു മഹാന്റെയും സ്വകാര്യ സ്വത്തല്ല. ദൈവം ഒരു പാസ്റ്ററുടെയും സ്വകാര്യ സ്വത്തല്ല. ദൈവം ഒരു പുരോഹിതന്റെയും പോക്കറ്റിലെ ആളല്ല. ദൈവം ഒരു പ്രാർത്ഥനാക്കാരൻ്റെയും ചൊൽപ്പടിക്ക് ചലിക്കുന്നവനല്ല. ദൈവം ദൈവമാണ്. തന്നിൽ വിശ്വസിക്കുന്നവൻ ആരായാലും ആ പച്ച മനുഷ്യന് വേണ്ടി ഏത് പ്രതിസന്ധിയും പിളർന്നു മാറ്റിക്കൊണ്ട് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള തെളിവ് നൽകി നിന്റെ വഴി തുറന്നു തരാൻ അവൻ നമ്മുടെ മുമ്പിൽ ഇറങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ 100 ശൂന്യതകളോ പ്രയാസങ്ങളോ പാപങ്ങളോ വീഴ്ചകളോ ഉണ്ടായിരിക്കാം. പല വഴികളിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ കൈവിടപ്പെട്ടു പോയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ വാക്ക് കേൾക്കുകയായിരിക്കാം. പക്ഷെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവാചകനായ ഞാൻ നിന്നോടൊരു ദൂത് തരട്ടെ. ദൈവം നിന്നിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നിലപാടുകളുടെ മേൽ ദൈവം ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പ്രതിസന്ധികളെ പിളർത്തുന്ന അതിശയം നിന്റെ വാക്കിന്റെ മുമ്പിൽ ചെയ്തെടുക്കുവാൻ ദൈവം കൊതിക്കുന്നു.
ചിലരെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് വകഞ്ഞു മാറ്റിയത് നിന്നെ രംഗത്ത് കൊണ്ടുവരാനാണ്. ചിലരെ ദൈവം എടുത്തു മാറ്റിയത് നിനക്കൊരു കാൽവെപ്പ് തരാനാണ്. ചിലത് പിന്നെയും കവിഞ്ഞൊഴുകുന്നത് നിന്നിലൂടെ ഒരു അതിശയത്തെ ദൈവം പിന്നെയും പുനഃസൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാലാണ്. കുഞ്ഞെ, നീ ഒരുക്കമാണോ? നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറും. നിന്റെ സന്തതിയുടെ നന്മ നീ കാണും. നീ തലതാഴ്ത്തിയ ദേശത്തിന്റെ അനുഗ്രഹത്തിന് നീ അവകാശം പ്രാപിക്കും. ഇന്ന് അവഹേളനങ്ങളുടെ ആഴക്കുഴിയിൽ കിടക്കുന്ന നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നാളെ ഒരു രാജപദവി അലങ്കരിക്കുവോളം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നന്മ കൊണ്ട് നിന്റെ ജീവിതം നിറയും. പൊടി പിടിച്ചു കിടക്കുന്ന നിന്റെ പാനപാത്രങ്ങൾക്കകത്ത് വീഞ്ഞുകൾ കവിഞ്ഞൊഴുകുമാറ് പാനപാത്രം നിറയ്ക്കുന്ന അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ഇതാ ഒഴുകിയിറങ്ങുകയാണ്. ഗ്ലോറി ടു ജീസസ്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവേ, ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവിക ആലോചനയുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലത്തെ ദൈവിക ശുശ്രൂഷയുടെ നടുവിൽ എന്റെ വാക്കുകളെ കേട്ട് ആത്മാവിൽ ബലം പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്കായി സ്തോത്രം. സകല ജീവിത മേഖലകളിലും ഇവർ ഇന്ന് വരെ കാണാത്ത ദൈവത്തിന്റെ കൃപ ഇവർക്കായി തുറന്നു വരട്ടെ. അതിശയകരമായ വഴികൾ, വികാസങ്ങൾ ഇവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. നല്ലവനായ യേശുവേ, അസാധാരണ പ്രവൃത്തികളുടെ തമ്പുരാനെ, സാധാരണക്കാരെ തൻ്റെ കരത്തിലെ മാരകായുധങ്ങളാക്കുന്ന, നിസ്സഹായന്മാരെ തന്നെ വജ്രായുധങ്ങളാക്കിയെടുത്ത് ഉപയോഗിക്കുന്ന മഹാസമ്പന്നനും സർവശക്തനുമായ പൊന്നേശുവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഈ മനുഷ്യരെ തരുന്നു. ഇവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഇവർ തന്നെ വിധികൾ തീരുമാനിക്കുന്നവരായി തീരുവോളം അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഇവരുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥിച്ചെൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മാസം 31-ാം തീയതി കോട്ടയത്തെ നമ്മുടെ IMA ഹാളിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ പുതുവത്സര ശുശ്രൂഷ നടക്കുന്നു. രാത്രിയിൽ 8 മണി മുതൽ പുതിയ വർഷം രാത്രി 1 മണി വരെ നടക്കുന്ന വിശുദ്ധ ശുശ്രൂഷയിൽ കർത്താവിന് തിരുമേശ അനുഭവിക്കുവാനും അഭിഷേക പ്രാർത്ഥനയ്ക്ക് വിധേയരാകാനും നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.